ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഞാനും അർജുസും വെക്കേഷന് നാട്ടിൽ പോകുന്നൊരു വ്ളോഗാണ് ഇത്. ഞങ്ങൾ രണ്ടാളും ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റായി റെഡിയായി ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങുകയാണ്. ട്രോളീസൊക്കെ ഓൾറെഡി ക്യാരി ചെയ്ത് ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കരീം ടാക്സി ബുക്ക് ചെയ്തു. വിത്തിൻ 4 മിനിറ്റ്സിനുള്ളിൽ ടാക്സി എത്തും. 11 മന്ത്സ് വർക്ക് ചെയ്തിട്ട് ആ ഒരു 1 മന്ത് നാട്ടിലേക്ക് വെക്കേഷന് പോകുമ്പം ഉണ്ടാകുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റും ആ ഒരു ഹാപ്പിനെസ്സും ഒക്കെ അതൊരു വല്ലാത്തൊരു ഫീലിംഗ് ആണ്. ഞങ്ങൾക്ക് ഇതുവരെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് വന്നിട്ടില്ല കേട്ടോ. ഇനിയിപ്പം നാട് കാണുമ്പോഴേ വരത്തുള്ളായിരിക്കും. അങ്ങനെ ടാക്സി എത്തി. എൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള ഹസ്ബൻഡ് ലഗേജെല്ലാം ടാക്സിയിലേക്ക് വെച്ചു. കഴിഞ്ഞ തവണ കൊണ്ടുപോയി എൻ്റെ ഈ കുട്ടി ട്രോളി ഇത്തവണ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ചേട്ടാ എങ്ങോട്ടാ? വീട്ടിൽ പോവാണോ? എന്താണ് ഇത്തവണത്തെ പ്രത്യേകത നമ്മുടെ വെക്കേഷന്? അതൊക്കെ രണ്ടാമത്തത് അതല്ലേ ആദ്യം പറയേണ്ടത്. മുടിയൊക്കെ മാറിപ്പോയി. കണ്ടീഷണറൊക്കെ ഇട്ട് പറപ്പിച്ചെന്ന് തോന്നുന്നല്ലോ. ടാക്സിയിൽ അങ്ങനെ ഞങ്ങൾ ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ദേ എമിറേറ്റ്സിൻ്റെ ലോഗോ ഒക്കെ കാണാം. നല്ല അടിപൊളി DXB എന്ന് എഴുതിയേക്കുന്ന ആ ഒരു ലോഗോ കാണാം. ട്രോളീസൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് കാണാം. അപ്പോൾ ഇനി നമ്മൾ നേരെ പോയി അതിൽ നിന്നൊരു ട്രോളി എടുത്ത് നമ്മുടെ ബാഗേജ് എല്ലാം ക്യാരി ചെയ്ത് എയർപോർട്ടിലോട്ട് എൻ്റർ ചെയ്യാൻ പോവാണ്. ഫോട്ടോ എടുക്കട്ടെ, ഒരു ഫോട്ടോ എടുക്കട്ടെ. ഇനി നമുക്ക് ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ടിനെ പറ്റി സംസാരിക്കാം. ഇൻ്റർനാഷണൽ പാസഞ്ചർ ട്രാഫിക്കിൽ വേൾഡിലേക്കും ഏറ്റവും ബിസിയസ്റ്റ് എയർപോർട്ടാണ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ദുബായ്. ഡോണ്ട് ജസ്റ്റ് സേ ഫ്ലൈ ബെറ്റർ. ഇവിടെ എമിറേറ്റ്സിൻ്റെ ഒരു ആഡൊക്കെ കൊടുത്തിട്ടുണ്ട്. എമിറേറ്റ്സ് സ്റ്റാഫിൻ്റെ ആ ഒരു ലോഗോ ഒക്കെ ഫോട്ടോസൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ക്യാബിൻ ക്രൂ സ്റ്റാഫ് നമ്മുടെ ഫ്രണ്ടിലൂടെ പോകുന്നത് കാണാം. 1959 ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കിനായിട്ട് ഓർഡർ കൊടുത്തത്. 1960 ഓപ്പൺ ചെയ്തത്. ഓൾമോസ്റ്റ് ഒരു 63 ഇയേഴ്സ് ആയിട്ടുണ്ട്. ഇതുവരെ നടന്ന ഡെവലപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ റിമാർക്കബിൾ ആയിരുന്നു. ഇപ്പോൾ ടെർമിനൽ 3 എന്ന് പറയുന്നത് വേൾഡിലേക്കും സെക്കൻഡ് ലാർജസ്റ്റ് ബിൽഡിംഗ് ആണ്. ഫ്ലോർ ബേസിൽ വേൾഡിലെ ലാർജസ്റ്റ് ടെർമിനലുമാണ് ടെർമിനൽ 3. ദുബായിയുടെ സിറ്റി സെൻറ്ററിലായിട്ട് 7200 ഏക്കേഴ്സ് ഓഫ് ലാൻഡിലാണ് ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ട് സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത്. 7200 ഏക്കേഴ്സ് അല്ലേ, എന്താല്ലേ അമ്പോ. ചെക്കിൻ ഓൾറെഡി ചെക്കിൻ ചെയ്തല്ലോ. ഓൺലൈൻ ചെക്കിങ് ഒരു സാധനമുണ്ട്.
സെൽഫ് സർവീസ് ചെക്കിംഗ് ഉണ്ട്. അതിൽ പോയി നോക്കാം. കറൻസി എക്സ്ചേഞ്ച്. എക്സൈറ്റഡ് ആയോ ചേട്ടാ? നാട്ടിൽ പോകുന്നതിൻ്റെ എക്സൈറ്റ്മെന്റ് വന്നോ? ഇല്ലേ? നാട് കാണണം, എന്നാലും എനിക്ക് നാട്ടിൽ പോകണ എക്സൈറ്റ്മെന്റ്. മർഹബ മർഹബ. വേണ്ട, ഇതാ സെൽഫ് ചെക്ക് ഇൻ. നോക്കട്ടെ എന്തോ സംഭവം. സെൽഫ് ചെക്ക് ഇൻ, കോണ്ടാക്ട്ലെസ് ചെക്ക്. Would you like to use facial recognition? No. Cabin baggage only, please. Baggage receipt. This is your boarding pass. Your gate is A5. A5. Yes, you can go straight to immigration. Enjoy your flight. Thank you so much. എങ്ങോട്ടാ? ഓക്കേ. എന്താ നല്ല നല്ല രസമുണ്ട്. നമ്മൾ തന്നെ എല്ലാം സെൽഫ് ചെക്ക് ഇൻ നൈസായിട്ടുണ്ട് ആ ഒരു പരിപാടി. ഒരു പ്രാവശ്യം പഠിച്ചാലേ പെട്ടെന്ന് ചെയ്യാനും പറ്റും. അങ്ങനെ 2 ട്രോളി പോയി അല്ലേ?